MiG-21 ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രപരമായ യോദ്ധാവിന് വിട. 2025 സെപ്റ്റംബർ 26 ഇന്ത്യൻ എയർഫോഴ്സ് തന്റെ ഏറ്റവും നീണ്ടകാലം സേവനമനുഷ്ഠിച്ച യുദ്ധവിമാനത്തിന് അന്ത്യവിട നൽകി. അവസാന 2 സ്ക്വാഡ്രണുകൾ നമ്പർ 23 പന്തേഴ്സ്, നമ്പർ 3 കോബ്രാസ് ചേർന്ന് 36 MiG-21 വിമാനങ്ങളാണ് ചണ്ഡീഗഡിൽ വിരമിച്ചത്. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, MiG-21 ഒരു യന്ത്രം മാത്രമല്ല, ഇന്ത്യ-റഷ്യ ബന്ധത്തിന്റെ തെളിവുമാണ്. ചരിത്രത്തിലൂടെ MiG-21 1965 യുദ്ധം പുതുതായി ചേർന്നെങ്കിലും എയർ ഡിഫൻസ് പട്രോളിലൂടെ ശക്തി കൂട്ടി. 1971 യുദ്ധം ധാക്കയിലെ ഗവർണർ ഹൌസിന് നേരെയുണ്ടാക്കിയ ആക്രമണം യുദ്ധത്തിന്റെ ഗതി മാറ്റി. 1999 കാർഗിൽ, മിരാജ് 2000, MiG-29 എന്നിവയ്ക്കൊപ്പം മലനിരകളിൽ ആക്രമണം നടത്തി. 2019 വിംഗ് കമാൻഡർ അഭിനന്ദൻ MiG-21 ഉപയോഗിച്ച് പാക് F-16 വെടിവെച്ചു വീഴ്ത്തി. 850-ൽ-അധികം MiG-21കൾ ഇന്ത്യ സ്വന്തമാക്കിയെങ്കിലും 500-ലേറെ അപകടങ്ങളിൽ നഷ്ടപ്പെട്ടു. ഒരേയൊരു എഞ്ചിനുള്ളതിനാൽ സുരക്ഷ ചോദ്യചിഹ്നമായി. ഇന്ന് വെല്ലുവിളി. MiG-21 വിരമിച്ചതോടെ എയർഫോഴ്സ് സ്ക്വാഡ്രൺ എണ്ണം 29 ആയി ചുരുങ്ങി. അംഗീകൃത ശക്തി 42 ആണ്. അതേസമയം പാകിസ്ഥാൻക്ക് 20-25 സ്ക്വാഡ്രണുകളും ചൈനയ്ക്ക് 60-ത്തിലധികവുമുണ്ട്. ഭാവി. S-400 ആകാശ്തീർ പോലുള്ള സിസ്റ്റങ്ങൾ ഇന്ത്യയെ കാത്തുസൂക്ഷിക്കും. കൂടാതെ 114 പുതിയ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ ഇന്ത്യ ശ്രമിക്കുന്നു. വിരമിച്ച MiG-21കൾക്ക് എന്താവും? പാർട്സ് ആയി ഉപയോഗിക്കൽ, മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കൽ, ചടങ്ങുകളിൽ പ്രദർശനം, ശേഖരകർക്ക് വിൽപ്പന, ട്രെയിനിങ്ങിനായി ടാർഗറ്റ് പ്രാക്ടീസ്. ഇവയെല്ലാമാണ് സാധ്യതകൾ. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും പഴയ വായു യോദ്ധാവിന് ഒരു അന്തിമ സല്യൂട്ട്. MiG-21